ഏമാ കമ്മീഷൻ അതൊക്കെയാണല്ലോ ചോദിക്കാതിരിക്കുന്നത് നിങ്ങൾ. വേറൊരു രീതിയിലാണ് പോകുന്നത്, ഓരോരോ ഗ്രൂപ്പായിട്ട്. ഒരുപാട് ആധിപത്യങ്ങളുണ്ട് ഇവിടെ. ഈ താരാധിപത്യമുള്ള സ്ഥലത്ത് മൊത്തം പണത്തിൻ്റെ ഒരിടപാടുകളാണ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തേക്ക് വന്നപ്പം എല്ലാം കുത്തനെ മറിഞ്ഞിരിക്കുകയാണ് പലതും. അതായത് കോടികൾ കൊണ്ട് തരുന്ന ആളുകളില്ലെങ്കിൽ ആ സംഘടന ദുർബലമായിപ്പോൾ. അതുകൊണ്ടാണ് അവരെ എപ്പോഴും താങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. തുല്യ നീതി എന്ന് പറയുന്നത് അതുണ്ടാവണം, തുല്യ വേതനമല്ല. ഇതൊരു കച്ചവടമാണ്. ഇതിനു മുമ്പുണ്ടായ അതിജീവിതയുടെ പ്രശ്നം. ശരിക്കും ഇന്നത്തെ സിനിമയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയുടെ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടമാണ് ഈ നിലയിലെത്തിച്ച് ഇന്ന് വലിയ കൊലകൊമ്പന്മാരിലൊക്കെ താഴെ പോകാനും. പക്ഷേ ആരൊക്കെയോ ശക്തന്മാരുണ്ട്. ആ ശക്തരിൽ രണ്ടുപേരാണ് ഇപ്പോൾ പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് പ്രതികളാണെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ മേടിക്കണം എന്ന് മാത്രമേ പറയുന്നത്. അതായത് ഇരകളുടെ കൂടെ നമ്മൾ നിൽക്കുക, വേട്ടക്കാരനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ഒരു ഇതാണിത് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 4.5 വർഷം പൂഴ്ത്തിവെച്ചത്. പക്ഷേ എൻ്റെ നിലപാടുകൾ ഞാൻ എന്നും തുറന്നു പറയും. ആലപ്പി അഷ്റഫ് സർ, വെൽക്കം. നമസ്കാരം. 3 തലമുറയാണ് മലയാള സിനിമ സാറിലൂടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കാലഘട്ടത്തിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ സാർ. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒന്നാമത്തെ ഞാൻ 3 തലമുറ എന്ന് പറയുമ്പോൾ ആദ്യം പ്രേംനസീറിനെ വെച്ച് ഞാൻ 3 പടങ്ങൾ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത തലമുറയെ മോഹൻലാൽ, മമ്മൂട്ടി, ഇപ്പോഴത്തെ തലമുറ, അങ്ങനെ 3 തലമുറ കടന്നു വന്നതെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സ്കൂളിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്, പ്രേംനസീറിൻ്റെ കാലഘട്ടത്തിലുള്ള. അതായത് സ്നേഹവും സന്തോഷവും, എന്താണ് താഴെ പോകുന്നവരെ കൈപിടിച്ച് കയറ്റുന്നതും, മനുഷ്യ സ്നേഹവും ഒരുപാട് മാനവികതയുള്ളൊരു സംസ്കാരമായിരുന്നു നസീർ സാറിൻ്റെത്. വളരെയധികം അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മനുഷ്യത്വമുള്ളൊരു നടനായിരുന്നു. അപ്പോൾ ആ ഇതിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ അന്ന് കണ്ട എല്ലാവരും കൂടെയുള്ള സൗഹൃദവും സ്നേഹവും ഇതുപോലെ കിട്ടുമെന്നാണ്. അടുത്തതും മോശമല്ലായിരുന്നു, മോഹൻലാലും മമ്മൂട്ടിയുടെയും തലമുറകൾ. പക്ഷേ ഇപ്പോഴത്തേക്ക് വന്നപ്പം എല്ലാം കുത്തനെ മറിഞ്ഞിരിക്കുകയാണ് പലതും പല വഴിക്ക് പോകുന്നു. അവിടെ സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തലോ അല്ലെങ്കിൽ സഹായിക്കലോ എല്ലാം വേറൊരു രീതിയിലാണ് പോകുന്നത്, ഓരോരോ ഗ്രൂപ്പായിട്ട്. അപ്പം നിയന്ത്രിക്കാൻ ഇപ്പോൾ സംഘടന ഉള്ളത് മാത്രമാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പം പെഫ്ക പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ അമ്മ അതിനകത്തും ഒരുപാട് ആധിപത്യങ്ങളുണ്ട്. പക്ഷേ അത് കുറച്ച് ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം കാലം പെഫ്കയിലെ തന്നെ പല യൂണിയനുകളുണ്ട്. റൈറ്റേഴ്സ് യൂണിയൻ, ഡയറക്ടേഴ്സ് യൂണിയൻ, അവരൊക്കെ വളരെയധികം ജനാധിപത്യ രീതിയിലാണ് പോകുന്നത്. കാരണം നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നമ്മളത് കേൾക്കാനും അതിനുള്ള മറുപടികൾ എല്ലാം കിട്ടും നമുക്ക് കൃത്യമായിട്ട്. വളരെ സ്മൂത്തായിട്ട് പോകുന്ന സംഘടനകളാണ്. അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. ഇവിടെ ഈ താരാധിപത്യമുള്ള സ്ഥലത്ത് സ്വാഭാവികമാണ് ആ പ്രശ്നം വരുന്നത്. കാരണം ആരാ വലുത്, ആരാണ് മാർക്കറ്റ്, അതെല്ലാം മൊത്തം പണത്തിൻ്റെ ഒരിടപാടുകളാണ് നടക്കുന്നുണ്ട്. കാശ് ഇടപാട് മീൻസ് അവരുടെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ആ മാർക്കറ്റ് വാല്യൂ ഉള്ള ആൾക്കാരില്ലെങ്കിൽ, അതായത് കോടികൾ കൊണ്ട് തരുന്ന ആളുകളില്ലെങ്കിൽ ആ സംഘടന ദുർബലമായിപ്പോൾ. അതുകൊണ്ടാണ് അവരെ എപ്പോഴും താങ്ങി നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ സ്വാഭാവികമായുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് അങ്ങനെ വരുത്തി വെക്കുന്നതൊന്നുമല്ല. അവരെന്നല്ല ഇന്ന ആൾ ഇനി പകരം വേറൊരാൾ വന്നാൽ അതായിരിക്കും പ്രശ്നം. ഇന്ന ആൾ എന്നുള്ളത് അവരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ ആയിപ്പോവും. അത് ഇന്ത്യ മുഴുവനുള്ള ഒരു രീതി, ലോകം മുഴുവൻ അങ്ങനെ സിനിമാ താരങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഏമാ കമ്മീഷൻ അതൊക്കെയാണല്ലോ ചോദിക്കാതിരിക്കുന്നത് നിങ്ങൾ. പക്ഷേ അതൊക്കെ വരുമ്പോൾ ഈ തുല്യവേതനം അതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് അവർക്ക് അറിവില്ല, അതിൻ്റെ ഇതുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പം മോഹൻലാലിനെ പോലൊരു നടൻ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലൊരു നടൻ, അല്ലെങ്കിൽ ഫഹദിനെ പോലൊരു നടൻ വന്ന് അഭിനയിക്കുന്ന ദിവസം വന്ന് സിനിമാ തിയേറ്ററിൽ ആദ്യത്തെ ഷോ തന്നെ വലിയൊരു കോലാഹലം, അവിടെ വലിയൊരു ബഹളമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഫാൻസ് വന്ന് കൂടുന്നത് അപ്പം അതിൽ നായിക ആരാണെന്നൊന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ അവർക്ക് വേണ്ടി വരുന്നവർ. നല്ലൊരു നായിക വരുന്ന സന്തോഷമാണ്, പുതുമുഖമാണെങ്കിലും വിഷയമൊന്നുമില്ല. അപ്പോൾ അവർക്ക് തനി ഉണ്ടാകുന്നൊരു മാർക്കറ്റാണ് അതിന് അനുസരിച്ച്. അപ്പോൾ അവർക്ക് ഒരു പടം, ഇപ്പം ഉദാഹരണത്തിന് രജനീകാന്തിൻ്റെ ഒരു പടം, രജനീകാന്തിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അവിടെ 400 കോടി 500 കോടി കച്ചവടം നടക്കുന്നത്. 100-150 കോടി അങ്ങേര് മാത്രം പ്രതിഫലം വാങ്ങിക്കും. ആ 150 കോടി കൂടെ അഭിനയിക്കുന്ന കുട്ടിക്ക് കൊടുക്കണം. അവിടെ ഹീറോയിൻസൊക്കെ 2.5 കോടി 3 കോടി, ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള നയൻതാരയൊക്കെ. അപ്പോൾ അത് റേറ്റ് ഒരിക്കലും ഒപ്പം വരാൻ പറ്റില്ല, ബിസിനസ് ആയതുകൊണ്ട്. ഇതൊരു കച്ചവടമാണ്, ഇതൊരു ട്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വരുള്ളൂ.
അപ്പോൾ അതും നടക്കത്തില്ല. പക്ഷേ തുല്യ നീതി എന്ന് പറയുന്നത് അതുണ്ടാവണം. തുല്യ വേതനമല്ല, തുല്യനീതി. ആ നീതി എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുന്ന അതിന് വലിയ ആളോ ചെറിയ ആളോ ഒന്നുമില്ല. ഒരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ സ്ഥാനം ഉണ്ടാവണം. അവരെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവിടെ ഈ നമ്മുടെ ഇതിന് മുമ്പുണ്ടായ അതിജീവിതയുടെ പ്രശ്നം. അവർ ശരിക്കും ഇന്നത്തെ സിനിമയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയുടെ ആ എന്താ പറയുന്നത് പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ആ കുട്ടി. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കുമല്ലേ മലയാള സിനിമ എന്താണ് ശരിക്കും നേരിടുന്നത്, ലോബിങ് എന്താണ്, ഗുണ്ടായസം എന്താണ്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഏറ്റവും അധികം തുടക്കം കുറിക്കുന്നത് ആ നടിയിലൂടെ, പോരാട്ടത്തിലൂടെ തന്നെയാണ്. ആ പോരാട്ടമാണ് ഈ നിലയിലെത്തിച്ച് ഇന്ന് വലിയ കൊലകൊമ്പന്മാരിലൊക്കെ താഴെ പോകാനും അതിന് WCC ഉണ്ടാകാനും എല്ലാത്തിനും കാരണമായത്. ഇപ്പോൾ അത് കഴിഞ്ഞ ഉടനെ എല്ലാവരെയും പിടിച്ചകത്തിട്ട് ജയിലിൽ ശിക്ഷിച്ച് മറ്റത് മുറ്റമൊന്നും അങ്ങനെയൊന്നും പോകുന്നു വിശ്വസിക്കുന്നില്ല. മാറ്റമുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും കള്ളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഓരോരുത്തർക്ക് പലതും പറയാം. അത് 15 വർഷം മുമ്പ് നടന്നില്ല എന്നും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളും നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ വർഗീസ് എന്ന് പറയുന്ന നക്സലൈറ്റുകളൊക്കെ ഒന്ന് അതൊക്കെ ഈ അടുത്താണ് അതിൻ്റെ ആളുകളൊക്കെ ശിക്ഷിച്ചതൊക്കെ. എത്രയോ വർഷം 10-25 വർഷം കഴിഞ്ഞ് രാജൻ കേസ് അതിൽ പല കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നീതി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ അകത്ത് ആ പാർട്ടിയുടെ അകത്ത് ഇപ്പം ഏത് പാർട്ടി എടുത്താൽ പാർട്ടിയുടെ അകത്ത് ഒരു പീഡന സ്ത്രീകൾ പരാതി കൊടുത്താൽ ആ പരാതി ആർക്കെതിരെ ആ വേട്ടക്കാരനാരാണ് അവൻ ഉന്നതനാണെങ്കിൽ അത് മറച്ചു വെക്കാനോ അതിനകത്ത് ഒരുപാട് ഇതെല്ലാം നടക്കും. അത് തന്നെ സിനിമയിൽ നടക്കും, അത് തന്നെ ഗുസ്തി ഇതിൽ നടക്കും. എല്ലായിടത്തും പോയാൽ ആ ആളുടെ ഉന്നത സ്ഥാനമാണ് അവിടെ പ്രശ്നം. അതാണ് നമ്മൾ ഗുസ്തിയിലൊക്കെ കണ്ടത്. എത്രയോ പെണ്ണുങ്ങൾ എത്രയോ മാസങ്ങൾ കിടന്ന് അയാളെ ശിക്ഷിക്കാനും വേണ്ടി കേസെടുപ്പിക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അത് അവരുടെ പവറാണ് അവിടെ. അതിനാണ് ഈ 15 അംഗ പവർ. അപ്പോൾ അവിടെ ഒരാൾ തന്നെ നിന്ന് ഒറ്റയ്ക്ക് പവർ കാണിച്ചപ്പോൾ ഇവിടെ ഇത്രയധികം ആളുകൾ ചേർന്നുള്ളൊരു പവർ എന്ന് പറയാൻ അവിടെ നിസ്സഹായരായി പോകും സ്ത്രീകൾ. അവിടെ വന്ന പെൺകുട്ടികൾ അവർക്ക് പരാതി പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവരെ എടുത്ത് മാറ്റിക്കളയും അവർക്കെതിരെ. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുക, അങ്ങനെ വേദന അനുഭവിക്കുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ അവർക്ക് സുരക്ഷിതമുണ്ടാകുക. അത് നിയമമാണ്. അതങ്ങനെ ഉണ്ടാവണം. അവരുടെ കണ്ണീരും നിലവിളികളും നമ്മൾ കേൾക്കാതെ പോകരുത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും, അതിനുവേണ്ടി നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. WCCയിൽ ഇപ്പം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. പക്ഷേ ആ അതിജീവിതയുടെ കേസ് വന്നപ്പോൾ കുറേ പേരെ മാറ്റി നിർത്തി എന്നുള്ളത് 100% സത്യമാണ്. അതിലേക്ക് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് പാർവതി തിരുവോത്ത് ഏറ്റവും അധികം പീക്കിൽ നിന്നൊരു കാലഘട്ടത്തിൽ ആ കാലയളവിൽ പെട്ടെന്ന് അപ്രതീക്ഷിതയാവുന്ന പക്ഷേ അവരുടെ അതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറയുന്നു ഇപ്പം പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ആ നടി ഞാൻ അവരുടെ ഒരു ഫാനാണ്. കാരണം അവരുടെ ചില പടങ്ങളൊക്കെ ആ ഗ്രൂപ്പിൻ്റെ ആ രാച്ചിയമ്മയൊക്കെ കണ്ട് ഞാനൊരു 15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വീണ്ടും യൂട്യൂബിലുണ്ട്. അപ്പം അവർ ഈ പുതിയ തലമുറയിൽ വന്ന ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു നടിയാണ് അവർ. അതിസമർത്ഥയായ നടി. നല്ല അഭിനയത്തിൻ്റെ പടവുകൾ വളരെയധികം നേരത്തെ കയറി കഴിഞ്ഞു. അതുകൂടാതെ അവരുടെ ബോൾഡ്നെസ്, അവരുടെ നിലപാടുകൾ, ഇതൊക്കെ വളരെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്നൊരു നടിയാണ് അവർ. അവരെ ഇതുപോലെ ഇപ്പം നമ്മുടെ രമ്യ നമ്പീഷിനെ പോലെ മാറ്റാൻ പൂർണ്ണമായിട്ടും പറ്റില്ല. കാരണം അവരുടെ മികവാണ് കുറച്ചുകൂടെ ഉയർന്നു നിന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് തള്ളാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആരൊക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിലെന്ന് സാറിന് അറിയാം? പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. അങ്ങനെ കമ്മിറ്റിയൊക്കെ ഉണ്ട്. കാരണം നമ്മളൊരു കമ്മിറ്റിയിൽ ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ നിരപരാധിയാണെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ ആരൊക്കെയോ ശക്തന്മാരുണ്ട്. ആ ശക്തരിൽ 2 പേരാണ് ഇപ്പോൾ പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിശക്തരാണ് അവരൊക്കെ. സാധാരണ ശക്തരല്ല, അതിശക്തരാണ്. പക്ഷേ അവരുടെയൊക്കെ കുറ്റവും കുറവൊക്കെ പറയാനെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ആ 2 പേരും ഇപ്പോൾ വളരെ ഇരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഒന്നാമത് അതിനകത്ത് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഫിസിക്കലി കുറച്ച് വീക്കായിട്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിദ്ദീഖാണെങ്കിൽ ഒരു കുട്ടിയൊക്കെ മരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മനുഷ്യപരമായിട്ട് അവരുടെ കൂടുതൽ കുറ്റങ്ങളിലേക്കോ കുറവുകളിലേക്കൊന്നും പോകുന്നില്ല. അവർ ഇതിനകത്ത് പ്രതികളാണെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ മേടിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് സെക്ഷൽ അസോൾട്ടിലോട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഇത്തരം സ്വഭാവം ഈ നടനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടറിൽ നിന്നും താങ്കൾ മുന്നേ പ്രതീക്ഷിച്ചിരുന്നോ? താങ്കൾക്ക് അറിയാമായിരുന്നു? നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതല്ലല്ലോ ഇത് സംഭവിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. സിനിമയിൽ ഇത് നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളതാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. എല്ലാ ഫീൽഡിലും, സിനിമയിൽ മാത്രമല്ലല്ലോ, ഏത് ഫീൽഡിലെടുത്താലും പണ്ട് തൊട്ടേ ഉള്ളതാണ് എല്ലാം.
അപ്പോൾ അതിൽ പുതുമയൊന്നുമില്ല, പണ്ട് തൊട്ടുള്ളതാണെന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട്. സിനിമയിൽ അങ്ങനെയാണ്. അതൊന്നും കാര്യം നമുക്ക് ഇപ്പോഴെന്ത് സംഭവിക്കുന്നു, ഇപ്പോഴുള്ള ജനറേഷൻ എന്താ പറ്റുന്നത്. പക്ഷേ അത് അവർ പ്രതികരിക്കുന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആരാടി നീ എന്ന് വെച്ചാൽ പോടാ അവിടെ നിന്നൊക്കെ പറയുന്നത്, അതുപോലെ തിരിച്ച് പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഇപ്പോൾ പുതിയ യൂട്യൂബൊക്കെ നോക്കി അറിയാം തിരിച്ച് പറയണം. അപ്പോൾ അത് പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ധൈര്യമായിട്ട് മുന്നേറാനുള്ള ധൈര്യം കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുക. സീനിയറായ ഒരാൾ എൻ്റെ ഒരു കടമയാണത് സമൂഹത്തോട് ചെയ്യുന്നത്. ആ പെൺകുട്ടികളുടെ നിലവിളി കേൾക്കാതെ പോകുന്നത് ശരിയല്ല. ഇവർക്ക് ഇവരുടെ പവറും മണി പവറും മറ്റേ മസിൽ പവറും ഒക്കെ വെച്ചിട്ട് ആളും എല്ലാം വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആണ് നമ്മൾ പറയുന്നത്, അവിടെ അഭയം പ്രാപിക്കേണ്ട സ്ഥലങ്ങളാണ് ഒന്ന് ഗവൺമെൻറ്, അല്ലെങ്കിൽ കോടതി, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, പോലീസ് സ്റ്റേഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഇവർ അന്ന് പരാതിപ്പെട്ടില്ല, അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പാടില്ല? ഇവർ ഇങ്ങനെയാണ്. ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, ഇവൾ അത്ര നല്ലവളാണ്, ഇവൾ വേറെ മറ്റേ ചെയ്തിട്ടില്ല, അതൊക്കെ അവരുടെ ഇഷ്ടം, അവർക്ക് പലതും ചെയ്യാം എന്നും പറഞ്ഞ് ഇയാൾക്ക് പിടിപ്പിക്കാൻ നിന്ന് കൊടുക്കണമെന്നുണ്ടോ? അതെല്ലാം ഇപ്പോൾ അതിൽ സംഭവമില്ല. പിന്നെ രണ്ടാമത്, ഇവൾ അന്നുകൊണ്ട് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് പറയുമ്പം, ഒരു പണ്ടൊരു വനിതാ കമ്മീഷൻ ഇവിടെ ഇരുന്ന് അവർ എടുത്ത് ഒരു ഓൺലൈനിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പം ഒരു കുട്ടി ഫോണിൽ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു, ഭർത്താവ് അടിക്കുന്നു, നിങ്ങൾ പരാതി കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. ഇല്ല കൊടുത്തില്ല. നിങ്ങൾ അടിച്ചപ്പോൾ ഞാൻ വീണ്ടും അയാൾ ഇങ്ങനെ ഉപദ്രവിച്ചു, അയാൾ അപ്പോഴും നിങ്ങൾ പോലീസിൽ പരാതി എന്നാൽ അനുഭവിച്ചോ എന്ന് പറഞ്ഞ വലിയ വാർത്തയായിരുന്നു ഇവിടെ മുഴുവൻ. മനസ്സിലായില്ലേ? മലയാളികൾ മുഴുവൻ കൊണ്ട് ആഘോഷിച്ച ഒരു സംഭവം അത്. എന്ന് പറഞ്ഞ പോലെ നീ കൊടുത്തില്ലെങ്കിൽ അനുഭവിച്ചോ എന്ന് പറയുന്നതല്ല അതിൻ്റെ ന്യായം. അവിടെ ന്യായമല്ല, അവർക്ക് നീതി കിട്ടണം. ഇതേ ഉള്ള നമ്മുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് സമയമോ കാലമോ കാര്യമോ ഇതൊന്നും വിഷയമേ അല്ല. അപ്പോൾ പിന്നെ പരാതിപ്പെടുന്നത്, ഞാനൊരു കാര്യം ചോദിക്കും, ഒരു 5 വയസ്സുള്ളൊരു കുട്ടി അഭിനയിക്കാൻ വന്നു, ആ കുട്ടിയെ പീഡിപ്പിച്ച് അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന കാര്യമാണ്? അതൊന്നും നടക്കണ കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നും ഞാൻ പറയുന്ന അവരുടെ കൂടെ, ഈ പീഡിതരുടെ കൂടെ ഉറച്ചു നിൽക്കുക, അതായത് ഇരകളുടെ കൂടെ നമ്മൾ നിൽക്കുക. വേട്ടക്കാരനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ഒരു ഇതാണിന്ന് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 4.5 വർഷം പൂഴ്ത്തി വെച്ചത്. അതിൽ നിന്ന് കുറേ പേജുകളും മാറ്റി, ഇതിൽ നിന്ന് കുറേ ഇതെല്ലായിടത്തും മാറ്റി അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കടമ എന്താണ്? ഇരകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇവരെ വേട്ടക്കാരുടെ പേരുകൾ മറച്ചു വെക്കുന്നു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. പക്ഷേ വേട്ടക്കാരുടെ പേര് മറച്ചു വെച്ചാലും, ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചാലും, അവർ കോടതിയിൽ ആ വേട്ടക്കാരുടെ പേരുകൾ കൊടുക്കേണ്ടി വരും എന്നായാലും. അപ്പോൾ അതിനേക്കാളും അവർ നേരത്തെ പറഞ്ഞേക്ക് ഇന്ന കമ്മിറ്റി പറഞ്ഞിരിക്കുന്നവർ, അവരുടെ പേരിൽ നടപടി വേണമെങ്കിൽ ഇത് കിട്ടിയാൽ അന്വേഷിക്കാം. പരാതി കിട്ടിയാൽ ഇവിടെ അന്വേഷിക്കാം, പരാതി കിട്ടിയില്ലെങ്കിലും അന്വേഷിക്കാം എന്നാണ്, കേസെടുക്കാമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അപ്പം ആസിഫ് അലിയെ പോലുള്ള പഴയ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അദ്ദേഹം ഈയിടെ ചാനലിൽ പറഞ്ഞു, 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചാൽ അത് വന്ന് പരാതി പറയണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന കാര്യമാണ്? അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അതിന് കേസെടുക്കുക. കേസെടുത്ത് ഇപ്പോൾ FIR ഇടാം അതിന്. അവർക്ക് അതിട്ടാൽ ഇന്ന ആളാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് ഇപ്പോൾ നടന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പം സിദ്ദീഖ് രാജിവെക്കേണ്ടി വന്നതും രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നതും. അപ്പോൾ അവർ രണ്ടുപേരും അവർ ചെയ്ത ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. അവർ ധാർമ്മികത കാണിച്ച് മാറിക്കൊടുത്തു. ഇനി ഗവൺമെൻറ്റിൽ നിന്ന് എടുത്ത് കളയുന്നതിന് മുമ്പ് അവരെടുത്ത് മാറി. പക്ഷേ അമ്മയിൽ അത് പറ്റത്തില്ല, മറ്റേ പോസ്റ്റ് പറ്റും. അപ്പോൾ അത് ഈ മാറിയില്ലായിരുന്നെങ്കിൽ അവർ മാറ്റത്തില്ല എന്നൊരു രീതിയിൽ വന്നു. അതായത് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി പറയുന്ന ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്, അയാളെ കയറി കേസെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ല ചെയ്യേണ്ടത്. എത്ര അറിയപ്പെടുന്ന ആ കലാകാരനായാലും ഈ കേസാണ്. പീഡിപ്പിച്ച് അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ വലിയ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആൾക്ക് എന്തും ചെയ്യാം, ആരെയും ഉപദ്രവിക്കാം, ഏത് പെണ്ണിനെയും കയറി പിടിക്കാം, ഏത് പെണ്ണിനെയും ബലാത്സംഗം ചെയ്യാം. അത് ശരിയായ. അപ്പോൾ അതിനെതിരെ ജനരോക്ഷം ഉയർന്നപ്പോഴാണ് അവർ നിലപാടുകൾ മാറ്റിയത്. അത് ജനരോക്ഷമുണ്ടായി, ആളുകൾ മുഴുവൻ എതിരായി, ഗവൺമെൻറ്റിനെതിരായി. ഇത് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് എതിരായി. ആ പെൺകുട്ടികൾ ചാനലുകൾ തുറന്ന് കയറി അവരുടെ കണ്ടമിടറിക്കൊണ്ടുള്ള സംസാരവും അവരുടെ കണ്ണീരുമൊക്കെ കണ്ട് ജനമങ്ങ് മാറിയപ്പം അവർക്ക് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ നിലപാടുകൾ മാറ്റി വനിതാ മന്ത്രിമാരൊക്കെ രംഗത്ത് വന്നത്. മനസ്സിലായില്ലേ? ഏത് കൊലകൊമ്പനായാലും, സ്ഥിരം പറയുന്ന വാക്ക്, ഏത് കൊലകൊമ്പം വന്നാലും ഞങ്ങൾ നേരിടും, അവനെ പിടിക്കുന്നു. പിടിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ ഇനിയും കണ്ടറിയേണ്ട കാര്യങ്ങളുണ്ട് അതിനകത്ത്. കാരണം അവർക്ക് താല്പര്യമുള്ള ഒരുപാട് വ്യക്തികൾ ഇതിനകത്തുണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർ, അപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു നടനുണ്ടായിരുന്നു. ആ നടനെക്കുറിച്ച് താങ്കൾ നടനെ വിശേഷിപ്പിച്ച വാക്ക് ക്രൂരനായ തമാശക്കാരനെന്നാണ്. അതെ അതെ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. താങ്കൾക്ക് അറിയുന്ന ഒരുപാട് ഇൻസിഡൻസ് അതിൻ്റെ പുറകിലുണ്ടെന്നും പറഞ്ഞിരുന്നു. അതിൽ 1-2 എണ്ണം. അല്ല, അതെങ്ങനെ ഓരോന്നും പറയുമ്പോഴും
അതിനകത്തൊക്കെ ഞാൻ സംസാരിക്കുന്നതൊക്കെ വ്യക്തമായ കാര്യകാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. അത് ഞാൻ പറയാതിരുന്നത് അയാളുടെ സൈഡിൽ നിന്നിട്ട് ഞാനവിടെ നിന്നുകൊണ്ട് അയാളെ പിടിച്ചാടുന്ന ഞാൻ തറയിൽ കിടന്ന് ഉറങ്ങത്തുള്ളൂ, ഞാൻ കിടന്ന് കരയും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും എന്ന് വേണമെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അയാൾക്ക് സന്തോഷമായിരിക്കും, എനിക്ക് ഇതാകും. പക്ഷേ അതല്ലല്ലോ നമ്മൾ. ഞാനൊരു സീനിയറായി ഇത്രയും വർഷമായിട്ട് നിന്ന ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണെന്ന് ഞാൻ അവൻ്റെ ഒപ്പമല്ല നിൽക്കേണ്ടത് എപ്പോഴും. ആ പെൺകുട്ടിയുടെ അപ്പം നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കും ഇയാൾ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, അതെന്തൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു 10-13 IPS ഉദ്യോഗസ്ഥർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു വലിയ പോലീസ് സംഘങ്ങൾ വന്നിട്ടുണ്ട്. വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്തുണ്ട്. പിന്നെ അവരെയൊക്കെ പറയണത് നമ്മൾ മാറ്റിയിട്ട് വിശ്വസിക്കാതിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ചാനലിലിരുന്ന് പറയുന്ന അവരിരുന്ന് പറയുന്നത് അവരുടെ പെയ്ഡ് ആളുകൾ പറയുന്നത് വിശ്വസിക്കണം. അതുപോലെ തന്നെ ഹൈക്കോടതി കൊടുത്താറിന് ആദ്യം കോടതി പറഞ്ഞത് ഇത് സമാനമായ ഉള്ളവർക്ക് മുന്നറിയിപ്പാണ്, ഇതിനകത്ത് തെളിവുകളുണ്ട്, പ്രതി കുറ്റക്കാരാണ്. ഹൈക്കോടതി സെയിം വാക്ക് പറഞ്ഞു. എല്ലാവരും പറയും 85 ദിവസം അയാളകത്ത് കിടന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. ഇനി അതൊക്കെ അവരുടെയൊക്കെ വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ അതൊക്കെ വേറെ വിഷയം. പക്ഷേ എൻ്റെ നിലപാടുകൾ ഞാൻ എന്നും തുറന്നു പറയും. അതാണ്.